സലീം കുമാറിൻ്റെ അന്തിമോപചാര ചടങ്ങും സംസ്കാര ചടങ്ങുമൊക്കെ നടക്കുന്നിടത്ത് എത്തിയതാണ് റിനി ആൻഡ് ജോർജ്. ആ റിനി ആൻഡ് ജോർജ് ഒരു മരണ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിരിച്ചും കളിച്ചും ആരെങ്കിലുമൊക്കെ തന്നെ നോക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങിലേക്ക് എത്തിയതാണ് ഈ കക്ഷി. കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ നോക്കിയ നിങ്ങൾ വന്നിട്ട് ഇതേതോ കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ വല്ല ഉദ്ഘാടനത്തിനോ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ ഇത്തരക്കാരാണ് നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നതിന് ഒരു എന്താ പറയേണ്ടത്, കുറച്ചൊരു മാന്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനങ്ങളും ഈ പറയുന്ന മാംസം പച്ചയിറച്ചി വിൽക്കലാണ് ഉദ്ഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഉദ്ഘാടന പരിപാടിക്ക് അങ്ങനെ ഉണ്ടല്ലോ, കടകളുടെ ഷോപ്പുകളുടെ ഉദ്ഘാടനം, കടകളുടെ ഉദ്ഘാടനം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ. അപ്പോൾ എന്തോ ഒരു ഉദ്ഘാടന പരിപാടിക്ക് വന്ന ഒരു പ്രതീതി. സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വന്നപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം വേദനിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്ത അതേ സ്ഥലത്ത് വന്നിട്ട് വലിയ മേക്കപ്പൊക്കെ കയറ്റി വന്ന്, അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ മറ്റൊരു വ്യക്തിയെ കൂടി കാണാൻ കഴിയും. ആ ഫ്രെയിമിൽ നേരെ ഇപ്പുറത്ത് ഈ കുൽസിതത്തെ മൈൻഡ് ചെയ്യാതെ എവിടെയാണ് വന്നിരിക്കുന്നത്, താൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ പരിസര ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയെയും ഈ ദൃശ്യത്തിൽ കാണാം. ആ മറ്റൊരു സ്ത്രീ മറ്റാരുമല്ല, അത് ഹൈബി ഈഡൻ്റെ ഭാര്യ. അവരാണ് ആ മറ്റേ സ്ത്രീ. അവരുടെ മുഖത്തുള്ള ആ ഒരു മുഖഭാവവും അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഫീലിങ്ങും, എന്നാൽ ഈ കുൽസിതത്തിൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഫീലിങ്ങും തമ്മിൽ വലിയ അന്തരമുണ്ട് അല്ലേ? എല്ലാം എവിടെ നിന്നോ ഒരു ക്യാമറയൊക്കെ ഒപ്പിച്ച്, ഒരു ക്യാമറാമാനൊക്കെ ഒപ്പിച്ച് വന്ന് മരണ വീട്ടിലാണ്. അല്ലെങ്കിൽ കേരളം എല്ലാവരും ആ വാർത്ത കേട്ട എല്ലാവരും വലിയ വേദനയിലായിരുന്നു ആ വിയോഗ വാർത്ത കേട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരിടത്താണ് ഒരു മരണം നടന്നിരിക്കുന്ന, ഒരാൾ മരണപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്കാണ് വന്നത് എന്നൊന്നുമില്ല. പറവൂരിലായതുകൊണ്ട് കൃത്യമായിട്ട് തനിക്കൊരു മൈലേജ്, ഇപ്പോൾ കുറേ കാലമായിട്ട് ആട്ടോ അനക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക, കുറേ കാലമായിട്ട് ഒരു ആട്ടവും അനക്കവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തനിക്ക് കൃത്യമായി മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് മരണ വീട് പോലും ഒരു മാർക്കറ്റിംഗ് ആക്കാനുള്ള ഒരു തത്രപ്പാട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര കൃത്യമായിട്ട് എന്നാ മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പ് ഇടുന്നതിനൊന്നല്ല പറയുന്നത് കേട്ടോ, പക്ഷേ ഒരു പരിസരബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഔചിത്യബോധം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ വലുതാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പരിസരബോധം. ഔചിത്യമുള്ളവനല്ലേ ഔചിത്യബോധം ഉണ്ടാകേണ്ടതുള്ളൂ. അപ്പോൾ ഇത്തരക്കാർക്ക് അതൊന്നും ഇല്ല. ഇത്തരക്കാർക്ക് മാർക്കറ്റിംഗ് ആണ്, എല്ലാം മാർക്കറ്റിംഗ് ആണ്. പണം കിട്ടിയാൽ മതി, പണം കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങി നടക്കുന്നവരാ. അപ്പോൾ അവരോട് ഔചിത്യബോധത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും പരിസരബോധം എന്ന് പറയുന്ന ഒന്നൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ആ പരിസരബോധം പോലും മറന്നുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇപ്പോൾ കുറേ കാലം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നതിൽ പിന്നെ കാണാനുണ്ടായിട്ടില്ല. പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സതീശൻ്റെ തന്തയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. സതീശൻ്റെ മാത്രമല്ല, മന്ത്രിസഭയിലെ പല ആളുകളുടെയും കൂടെ ഒക്കെ എടുത്ത ഫോട്ടോയൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുറേ ദിവസം ആട്ടും അനക്കൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും സലീം കുമാറിൻ്റെ ആ ഒരു രംഗമുണ്ടല്ലോ, മരണരംഗം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തെ ഇനി അതിലൂടെ എന്തെങ്കിലും മാർക്കറ്റ്. കുറച്ചു കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് നടന്നപ്പോൾ വലിയ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഉദ്ഘാടനവും മാംസ വിൽപ്പനയും ഒക്കെ നല്ല തകൃതിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മാംസ വിൽപ്പന എന്തായി, കുത്തനെ ഇടിഞ്ഞു മൂലക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്തിയത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ്, അത് കോമഡി അവിടെയാണ്. തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂരിൽ നിന്ന് ടൈസൺ മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്
തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിപ്പിച്ചത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതിലൊന്നും നമുക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ. സ്വാഭാവികമായിട്ടും അങ്ങനെ പല ആളുകളും പലയിടങ്ങളിലൊക്കെ മത്സരിക്കാറുണ്ട്, അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ എന്താണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ടൈസൺ മാഷെ. തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ടൈസൺ മാഷെ കൊണ്ടുവന്ന് പറവൂരിൽ മത്സരിപ്പിച്ചു. ആര്? പിണറായി വിജയനും ടീമും. എന്ത് വില കൊടുത്തും സതീശനെ തോൽപ്പിക്കണം എന്നുള്ളതായിരുന്നു രംഗം. സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി പല പണിയെടുത്തിട്ടുണ്ട്. സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം, സതീശനെ പറവൂരിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈസൺ മാഷ് ഉണ്ടായി, ടൈസൺ മാഷിന് പിന്തുണയുമായി SDP ഉണ്ടായി, RSS ഉണ്ടായി എന്ന് വേണ്ട എല്ലാ ക്രിമികീടങ്ങളും ഒരുമിച്ച് നിന്നിട്ടും സതീശനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആ കൂട്ടത്തിൽ ഈ ക്രിമികീടവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈസൺ മാഷിക്ക് വോട്ട് ചോദിച്ച് ടൈസൺ മാഷിയുടെ പ്രചരണ പരിപാടികളിലും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമായി പങ്കെടുക്കും. ഇപ്പം നമുക്ക് അതിലൊന്നൊരു തർക്കമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരാളുടെ രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ പോയി കരുതും പോലെ നമ്മുടെ രാഷ്ട്രീയമാകണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും റിനി ആൻഡ് ജോർജിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റിനിയുടെ തന്ത ഇതിനു വേണ്ടിയൊക്കെ ഇറക്കി പുറപ്പെട്ട് വിടുന്ന ഒരു തന്ത ഉണ്ടല്ലോ, ആ തന്ത നല്ല ഒന്നാം തരം സഖാവാണ്. ദേശാഭിമാനിയിലെ മുൻ പണിക്കാരനാണ്. ഏത് കക്കൂസ് തുടക്കുന്ന പേപ്പർ ഉണ്ടാക്കുന്ന ദേശാഭിമാനി ഉണ്ടല്ലോ, ആ കക്കൂസ് പേപ്പർ, ടോയ്ലറ്റ് പേപ്പറിലെ പണിക്കാരനാണ് ഈ തന്ത. അപ്പോൾ ആ തന്ത സ്വാഭാവികമായിട്ടും സഖാവാണ്, കുടുംബം സഖാവാണ്, ഇവളും സഖാവൊക്കെ തന്നെയാണ്. പിന്നെ ഇവളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മാക്സിമം ആരെ കണ്ടാലും ഫോട്ടോ എടുക്കണം. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരൊക്കെ കൂടെ ഇപ്പോൾ കാണുന്നവർ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ വരെ പോകാനും ഇവൾ റെഡിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ അത്തരത്തിൽ ടൈസൺ മാഷ്, അപ്പം ഞാനിപ്പോൾ ഈ ടൈസൺ മാഷ് പ്രചരണത്തിന് പോയതിൽ തെറ്റല്ല പറയുന്നത്. ടൈസൺ മാഷിൻ്റെ പ്രചരണത്തിന് പോവുക, സതീശനെതിരെ വോട്ട് പിടിക്കുക, ഇതൊക്കെ നടത്തിയിട്ട് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുമ്പോൾ തന്തയാവാൻ വരിക. തെറ്റി, തള്ളയാവാൻ. ഇവൾക്ക് തന്തയാവാൻ പറ്റില്ലല്ലോ, സ്ത്രീയല്ലേ, തള്ളയാവാൻ ഇറങ്ങി പുറപ്പെട്ട അവൾ ഇന്നലെ പറവൂരിൽ ഈ പറയുന്ന സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ടൗൺ ഹാളിൽ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ വീട്ടിലല്ല, ടൗൺ ഹാളിൽ, പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ പറവൂർ ടൗൺ ഹാളിൽ സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയ ഒരാളുടെ മുഖത്തും അവരുടെ മുഖത്ത് അവരുടെ മനസ്സിൽ ഉണ്ടായത് ഇങ്ങനെയല്ല. ഇത്തരമൊരു മെൻറ്റാലിറ്റി ആയിരുന്നില്ല, ഒരു മനോനിലയായിരുന്നില്ല അവരൊക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ വലിയ വേദനയിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, അല്ലേ? ആ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടം വരികയാണ്. അപ്പോൾ അവിടെ എത്തിയ എല്ലാവരും അതേ രീതിയിലായിരുന്നു. പക്ഷേ ഇവള് മാത്രം. കാരണം എന്താണെന്നറിയോ? കാരണം മറ്റൊന്നുമല്ല, സലീം കുമാറിൻ്റെ മരണത്തിൽ ആഘോഷങ്ങൾ നടത്തി തെറിവിളികൾ നടത്തുന്ന സഖാക്കളുടെ ബാക്കിയാണ് ഈ സാധനം, ഈ അപരാധം എന്ന് പറയുന്നത്. അപ്പോൾ ആ അപരാധം സഖാക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മരണപ്പെട്ടു പോയ സലീം കുമാറിനെ തെറി വിളിച്ചപ്പോൾ ഇവള് ആ സന്തോഷം പ്രകടിപ്പിക്കാനാണ്, സലീം കുമാർ മരണപ്പെട്ടതിലുള്ള സന്തോഷം. കാരണം പറവൂരിൽ ഇവള് ടൈസൺ മാഷിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് നടന്നപ്പോൾ വി ഡി സതീശൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ അതായിരുന്നു പറവൂരിൽ സലീം കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ മരിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കാൻ റിനി ആൻഡ് ജോർജ് ഇന്നലെ പറവൂരിലുള്ള ടൗൺ ഹാളിലെത്തിയിട്ട് എല്ലാവരും ചിരിച്ചും അട്ടഹസിച്ചും ആർത്തുല്ലസിച്ചും തൻ്റെ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന കാഴ്ച ആലോചിച്ച് നോക്കുക നിങ്ങൾ. സഖാക്കളല്ലാതെ മറ്റാരുണ്ട്? ഈ സഖാക്കൾക്ക്, ഈ ക്രിമികീടങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ മെൻറ്റാലിറ്റി. ഇവറ്റകളുടെ ഉള്ളിൽ വലിയ പകയാ. ഒരു മനുഷ്യനോട് പക തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി എന്ത് കളിയും കളിക്കും, എന്ത് നാറിയ കളിയും കളിക്കും. അതിന് നാണം എന്നൊന്നും പറയുന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു സീന, അതിൽ മോഹൻലാലിൻ്റെ, അത് ഞാൻ പിന്നെ പറയും, ഇപ്പം ഇത് സമയമില്ല. അപ്പോൾ ഇത്തരത്തിൽ അതിന് വേണ്ടിയിട്ട്
തൻ്റെ അഭിമാനത്തെ പോലും ചോദ്യമുനയിൽ നിർത്താൻ ഇവറ്റകൾ അതിന് റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ആ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സലീം കുമാറിൻ്റെ മരണം ആഘോഷിച്ച് തെറി വിളിച്ച് അധിക്ഷേപിച്ച് ആഘോഷിച്ചപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് പറവൂരിലെ ടൗൺ ഹാളിലെത്തിയിട്ട് അവിടെ നിന്ന് ആഘോഷിക്കുകയായിരുന്നു സലീം കുമാറിൻ്റെ മരണമെന്ന് പറയുന്നത്.